ഇവര് മണക്കാട് ഹൈസ്കൂളിലെ കുട്ടികളാണ്. ഞാൻ ഇന്നലെ നമ്മുടെ ഷോ ഇവിടുന്ന് ആയപ്പോ നമ്മളെ ഷോയിൽ കുറച്ച് കുട്ടികളൊക്കെ വേണമല്ലോ, പുറത്ത് കലോത്സവം കുട്ടികളില്ലാതെ നമുക്ക് അതെ അതെ. അപ്പൊ അവരെന്തായാലും വേണം. അപ്പൊ ഞാൻ നമ്മുടെ 1-2 പരിചയമുള്ള അധ്യാപകരെയൊക്കെ വിളിച്ചപ്പോ അവര് എന്റെ കൂടെ അയച്ച കുട്ടികളാണ്, മണക്കാട് ഹൈസ്കൂളിലെ കുട്ടികളാണ്. നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. മോളെ എന്താ പേര്? ഋത്തിക. മോളെ പേര് ഫർസാന. ഇവര് മോള് എത്ര? 9ാം ക്ലാസ്. നിങ്ങൾ രണ്ടുപേരും 10ാം ക്ലാസ്സിലാണല്ലേ? അപ്പൊ ഇവര് ഇത് 9ാം ക്ലാസ്സിലെ ഋതിക, ഇവര് രണ്ടുപേരും 10ാം ക്ലാസ്സിലെ കുട്ടികളാണ്. ഇവരൊക്കെ ഏതൊക്കെ മത്സരത്തിൽ ആദ്യമായിട്ട് കലോത്സവത്തിൽ പങ്കെടുക്കാൻ വരുന്നവരല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യമായിട്ടാണോ സ്കൂൾ കലോത്സവത്തിൽ? ആദ്യമായിട്ടാണോ? ഫസ്റ്റ് ടൈമാണ് പങ്കെടുക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ്. മോളോ? കഴിഞ്ഞ വർഷം പങ്കെടുത്തു. അപ്പൊ നിങ്ങളുടെയൊക്കെ ഐറ്റം എന്താണ്? ഏതൊക്കെ ഇനത്തിലാണ് നിങ്ങൾ പങ്കെടുക്കുന്നത്? ഋതിക പറ. ഞാൻ കാവ്യാലാപനം ഹൈസ്കൂൾ ജനറൽ. മോളോ? കഥാരചന ഹൈസ്കൂൾ. മോളോ? അറബി പദ്യം ചൊല്ല്. അതായത് നമുക്ക് പാട്ടൊക്കെ പാടിക്കാൻ പറ്റിയ ആളുകളാണ്. പദ്യം ചൊല്ലുണ്ട്, അറബിക്കുണ്ട്, നമ്മുടെ രചനാ വിഭാഗത്തിൽ. അതങ്ങനെ കുറച്ച് കാണേണ്ടതല്ല ഹരി, അറിയപ്പെടുന്ന എഴുത്തുകാരിയാവാനുള്ളതാണ്. അതെ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ആദ്യം ഞാൻ ഇവരെ കൊണ്ട് 1-2 പാട്ടൊക്കെ പാടിക്കട്ടെ. മോളെ ഋതിക, ഇപ്പം നമുക്കിപ്പോ മത്സരത്തിന് പങ്കെടുക്കാൻ പോകുന്ന പാട്ടല്ല പാടേണ്ടത്, നമുക്കല്ലാതെ മോക്ക് തോന്നുന്ന ഒരു പാട്ട് പാടും. മൈക്ക് ഞാൻ തരാം. അല്ല, സിനിമാ പാട്ട് പാടും. ഏത് വേണം പാടിക്കും. நீதானே என் நெஞ்சை தட்டும் சத்தம் அழகாய் உடைந்தேன் நீ அழுத்தம். நீதானே என் நெஞ்சை தட்டும் சத்தம் அழகாய் உடைந்தேன் நீ அழுத்தம். கவிதையோ